2025 ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ 295 വിദ്യാർത്ഥികൾക്ക് 99% സ്കോറിന് മുകളിൽ നേടാൻ സാധിച്ചു. അതിൽ കോഴിക്കോട് ചേലാരി എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന നിഹാൽ റഹ്മാന്റെ വീട്ടിലാണ് ടീം ബ്രില്യൻ്റ്. മലപ്പുറം തേഞ്ഞിപ്പാലത്തുള്ള സെയിന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഹിനൂറിൽ സ്റ്റേറ്റ് സിലബസിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിഹാൽ റഹ്മാൻ ഈ വലിയ വിജയം നേടിയത്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാമുകളിൽ വലിയ വിജയം നേടാൻ സാധ്യമോ എന്ന ചോദ്യത്തിന് നിഹാൽ റഹ്മാനെ പോലെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് അവകാശപ്പെടാൻ നിരവധി വിദ്യാർത്ഥികളുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ നിന്നും ജെയ്മെയിൻ എൻട്രൻസിൽ വിജയിക്കണം എന്ന ഉറച്ച ലക്ഷ്യവുമായി ബ്രില്യന്റിലേക്ക് ചുവടുവെച്ച നിഹാൽ റഹ്മാൻ കരസ്ഥമാക്കിയ സ്കോർ 99.72944880. ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നതുല്യമായ സ്കോറാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച NIT പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് നിഹാൽ റഹ്മാൻ. തൻ്റെ IIT എന്ന സ്വപ്നത്തിനായി നിഹാൽ റഹ്മാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജെയ് അഡ്വാൻസ്ഡിലൂടെ. നിഹാലിന്റെ മാതാപിതാക്കളുടെയും വാക്കുകളിലേക്ക്. ഹായ് ഓൾ, നമ്മളിന്ന് നിൽക്കുന്നത് ചേളാരി പാണക്കാട് നിഹാലിന്റെ വീട്ടിലാണ്. നിഹാൽ നമ്മുടെ കോഴിക്കോട് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഹൈബ്രിഡ് പ്രോഗ്രാമിലെ 2 വർഷത്തെ വിദ്യാർത്ഥിയായിരുന്നു. ജെയ്മെയിൻ എക്സാമിനേഷനിൽ 99.73% സ്കോറോടുകൂടി നല്ല വിജയം കരസ്ഥമാക്കിയ നിഹാലിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നിഹാൽ സ്വന്തമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാരൻസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് നിഹാൽ റഹ്മാൻ. ഞാൻ കോഹിനൂർ സെൻറ്റ് പോൾസ് CMHS സ്കൂളിൽ +1 +2 വിദ്യാർത്ഥിയാണ്. ഇത് ഇപ്പ പേര് ഹബീബ് റഹ്മാൻ MM, ഇത് ഇമ്മ നിഫ്സ. രണ്ടുപേരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. അമ്മ ഫിസിക്സ് ആണ് എടുക്കുന്നത്, ഇപ്പം കൊമേഴ്സ് അക്കൗണ്ടൻസി പ്രൊഫസറുമാണ്. പിന്നെ ഇത് അനിയത്തിൻ്റെ പേര് നിമ. അവൾ യൂണിവേഴ്സിറ്റി മെംസ് സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുകയാണ്. ഇതിൻ്റെ വല്യമ്മ അമ്മയുടെ അമ്മയാണ്, പേര് റുക്കിയ. എങ്ങനെ ഉണ്ടായിരുന്നു ജെയ്മെയിൻ എക്സാമിനേഷൻ്റെ ഒരു റിവ്യൂ എടുക്കുകയാണെങ്കിൽ? എനിക്ക് കിട്ടിയത് January 20th ഷിഫ്റ്റ് 2 ആയിരുന്നു. അത് മോഡറേറ്റ് ഡിഫിക്കൽട്ട് എന്നാണ് റേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എഴുതുമ്പോഴും അത് തോന്നിയിരുന്നു. അത്യാവശ്യം ടഫും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രത്യേകിച്ച് മാത്സിലും ഫിസിക്സിലും ചോദിച്ചത്. പിന്നെ അതിൽ ആ എക്സാമിൽ കെമിസ്ട്രി നല്ല എളുപ്പമായിരുന്നു. കെമിസ്ട്രിക്കാണ് ഏറ്റവും മാർക്കും കിട്ടിയത്. അപ്പം ആദ്യം ഞാൻ ഫിസിക്സാണ് ചെയ്തത്. അപ്പം ഫിസിക്സിൽ ഫസ്റ്റത്തെ 3-4 ക്വസ്റ്റ്യന് കുറച്ചൊരു ടഫായി തോന്നി. അപ്പം പെട്ടുപോയോ വിചാരിച്ച് പിന്നെ ചെയ്ത് എല്ലാം പിന്നെയുള്ള എല്ലാം കിട്ടി. നമ്മുടെ ബ്രില്യനിൽ കണ്ട ക്വസ്റ്റ്യൻ്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ വന്നത്. അത് പറയാൻ പറ്റും. കാരണം ബ്രില്യൻ്റെ ടെസ്റ്റ് സീരീസ് ആണ് ഈ ഫെമിലിയാരിറ്റി നല്ല വർദ്ധിപ്പിക്കാൻ സഹായിച്ചത്. കാരണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് പരിചയമായി. പിന്നെ ഈ ജെയ്മെയിൻ എക്സാം ശരിക്കും എളുപ്പമായതുപോലെ തോന്നിയത്. കണ്ട ക്വസ്റ്റ്യൻസിനോട് സിമിലറായ പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നിയല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ +1 +2 പഠിച്ചത് ഏത് സ്കൂളിലായിരുന്നു? +1 +2 ഞാൻ കോഹിനൂർ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള സെൻറ്റ് പോൾസ് EMHS എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. +1 +2 അവിടെ പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ സ്കൂളിലെ? ടീച്ചർമാരോട് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആളെ പഠിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല, സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായില്ല. എങ്ങനെയായിരുന്നു ബ്രില്യന്റിലേക്ക് ഈ കോഴ്സിന് എത്തിപ്പെട്ടത്? അത് 10ാം ക്ലാസ്സിൽ നിന്നാണ് അറിയുന്നത്. ഈ ബ്രില്യന്റിന്റെ പ്രോഗ്രാമാണ് ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഏറ്റവും അധികം നല്ലതായിട്ടുള്ളത്. എങ്ങനെയായിരുന്നു അപ്പോൾ അത് അറിഞ്ഞത്? സ്ക്രീൻ ടെസ്റ്റ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ആദ്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അമ്മ ഓൾറെഡി ഇതെല്ലാം പണ്ടേ പ്രീ പ്ലാൻ ചെയ്ത് പേപ്പറിലൊക്കെ കാണുന്നുണ്ടല്ലോ.
ഓക്കെ 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 എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് +1 +2 പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ് കൂടി പോവാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയുന്നത്. അത് അത്ര ഡിഫിക്കൽട്ട് അല്ലെന്ന് ഞാൻ പറയാം. കാരണം ഈ CBSEന്റെ കൂടെ ആണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേ സ്റ്റേറ്റ് സിലബസ് ആകുമ്പോൾ എക്സാംസ് ഒക്കെ എളുപ്പമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് പഠിച്ചാൽ എക്സാം നല്ല സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എനിക്ക് അത്ര ഡെഫായി തോന്നിയില്ല. എന്നാലും അത്യാവശ്യം വർക്ക് ചെയ്യേണ്ടി വന്നു. ഈ റെക്കോർഡുകളൊക്കെ എഴുതണം, അതിന്റെ കൂടെ സ്കൂളിൽ പോകണം അല്ലെ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോഴും ഈ ബ്രില്യന്റ് ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യുക അത് ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ അല്ലെ? എന്ന് വെച്ചാൽ അത്യാവശ്യം ഉള്ള സമയം നല്ലപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ ഈ ബ്രില്യന്റിൽ പല ഡൗട്ടുകൾ വരും. ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വരും. എങ്ങനെയായിരുന്നു ഈ ഡൗട്ടുകളെ ടാക്കിൾ ചെയ്തത്? ഓഫ്ലൈനായിട്ട് ബ്രില്യന്റ് ക്യാമ്പസിൽ വന്ന് ഡൗട്ട് ചോദിക്കായിരുന്നു? ചിലപ്പോൾ മാത്രം. എന്ന് വെച്ചാൽ ഞാൻ ഞായറാഴ്ചകളിൽ വരുമ്പോഴും പിന്നെ ഈ അടുത്ത് എക്സാംസ് എഴുതാൻ വരുമ്പോഴും അങ്ങനെയൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ മിക്കതും ഓൺലൈൻ സെർച്ച് ചെയ്യലാണ്. E-Learn ആപ്പ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ E-Learn ആപ്പിനെ പറ്റി എന്തായി? E-Learn ആപ്പ് വളരെയധികം ഹെൽപ്ഫുൾ തന്നെയാണ്. കാരണം അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സാം ഇടാൻ പറ്റും. അതും ക്വസ്റ്റ്യൻസ് നല്ല ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം ഞാൻ ചില സബ്ജക്ട് ടോപ്പിക്സ് എനിക്ക് അത്ര ആയില്ല എന്ന് തോന്നുമ്പോൾ ആ ടോപ്പിക്സിൽ വീണ്ടും ക്വസ്റ്റ്യന് ചെയ്തു നോക്കും. E-Learn ആപ്പ് എടുത്ത് ചെയ്ത് നോക്കും. കാരണം ചിലപ്പോൾ നമുക്ക് ബുക്സിൽ അത് പ്രത്യേക ടോപ്പിക്സ് ആയി കാണുന്നില്ല. പക്ഷേ E-Learn ആപ്പിൽ അത് പറ്റും. അപ്പോൾ ഈ E-Learnൽ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നമുക്കൊരു ഭാഗം പഠിക്കുമ്പോൾ അതിന്റെ തിയറി പോർഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ E-Learnലെ ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു. ഞാൻ ആദ്യം പനിയായിട്ടൊക്കെ ഇത് ലീവ് എടുക്കുമ്പോൾ E-Learn ക്ലാസ്സുകൾ തന്നെ കാണല്. അപ്പോൾ ഒരു വിധത്തിലും ലീവ് എടുക്കുമ്പോഴും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനൊരു വഴി ബ്രില്യന്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ബ്രില്യന്റിലെ ഈ കോഴിക്കോട് ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോട് ക്യാമ്പസ് വളരെ കംഫർട്ടബിൾ ആണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. പിന്നെ നല്ല ഫുഡാണ്. കോർഡിനേറ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? കോർഡിനേറ്റേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു. ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ ജിസ്ന മിസ് എൻ്റെ ക്ലാസ് ടീച്ചർ. മിസ് എന്ത് ചോദിച്ചാലും മിസ് എപ്പോൾ വിളിച്ചാലും മിസ് എടുക്കുകയും ചെയ്യും. പിന്നെ എന്ത് പ്രശ്നങ്ങളെയും ഡീൽ ചെയ്യാൻ ടീച്ചർ സഹായിക്കരുത് അല്ലേ? ഈ JEE വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? ഈ ബ്രില്യന്റ് മെറ്റീരിയൽസ് ഫോക്കസ് ചെയ്ത് പഠിക്കുകയായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികളായിരുന്നു? ഞാൻ ആദ്യം തിയറി നല്ല ബേസ് സ്ട്രോങ് ആക്കും. എന്നിട്ട് ബ്രില്യന്റ് വർക്ക് തിയറി ബേസ് സ്ട്രോങ് ആക്കുന്നത് ബ്രില്യന്റ് ക്ലാസ്സുകളിലൂടെയാണോ അല്ലെങ്കിൽ ആദ്യം ക്ലാസ് കാണും, എന്നിട്ട് എൻ്റെതായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ ഷോർട്ട് ആക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ആക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. എന്നിട്ട് JEE പ്രീവിയസ് ഇയർ ടാക്കിൾ ചെയ്യും. എക്സാമുകൾ കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഈ മിസ്റ്റേക്കുകളെ ആ ഒരു കോൺസെപ്റ്റുള്ള മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? ഈ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ബുക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ മറ്റേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സ്പേസ് ഉണ്ടാവും. ഈ സ്പേസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു A4 അതിൻ്റെ കൂടെ പിന്നെ ബുക്കായിട്ട് ഇത്ര കാലം എക്സാം എഴുതി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ട്, ഫയലായിട്ട് റൂമിലുണ്ട്. അപ്പൊ അത് നല്ലൊരു മെത്തേഡായിരിക്കും. ഇതുവരെ എക്സാം എഴുതി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സൂക്ഷിച്ച് വെച്ച് അതിലെ മിസ്റ്റേക്കുകളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് അതേ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് ഇനിയുള്ള കുട്ടികൾക്കൊരു നല്ല ഒരു അഡ്വൈസ് ആയിരിക്കും അല്ലേ? എന്തായിരിക്കും ഇനിയിപ്പോൾ അടുത്ത JEE എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളോട്, ഇപ്പോൾ ഈ സെഷൻ നന്നായിട്ട് എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അവരോട് ഒരു അഡ്വൈസ് കൊടുക്കുന്നുള്ളത്? അത് JEE നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ബേസിക്കലി സ്കില്ലും വേണം, ലക്കും വേണം. അപ്പോൾ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയില്ല വിചാരിച്ചാൽ അത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. അടുത്ത സെഷന് വേണ്ടി നല്ല പഠിക്കുകയും ചെയ്യണം. അടുത്ത സെഷനിൽ മേ ബി നിങ്ങൾ നല്ല സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യേണ്ട രീതി എങ്ങനെയായിരിക്കും? എന്ന് വെച്ചാൽ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കണം. എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. പിന്നെ അറിയുന്ന സബ്ജക്ട്സിൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കാതെ ചെയ്യാൻ പറ്റണമെന്ന് നമ്മൾ സ്ട്രോങ് ആക്കാം. പിന്നെ അറിയാത്തതിലെ ബേസിക് ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതായത് ഈ എല്ലാ ഭാഗത്തും നമ്മുടെ ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ഐഡിയ വേണം. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ JEE പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ടാക്ക് ചെയ്യണം തോന്നുന്നു അല്ലേ? അങ്ങനെ ചെയ്തിരുന്നോ ക്വസ്റ്റ്യൻ പാറ്റേൺ? പ്രീവിയസ് ഇയർ മൊത്തം ഞാൻ ചെയ്തു. മൊത്തം ക്വസ്റ്റ്യൻസും ചെയ്തിരുന്നു പ്രീവിയസ് ഇയർ അല്ലേ? ഒരുവിധം മൊത്തം ക്വസ്റ്റ്യൻസും ചെയ്തിരുന്നു അല്ലേ? അതായത് ഒരു 2 വർഷത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ്
ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്യുന്നത്. ആപ്പിൽ അവൈലബിൾ ആണല്ലോ ജിമെയിൽ. പിന്നെ മെറ്റീരിയലും തന്നിരുന്നു ജിമെയിൽ പ്രീവിയസ്. കുറെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ജിമെയിലിന് വേണ്ടി സെറ്റ് ആവും. എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അങ്ങനെ ഉണ്ടോ? സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കിലും ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ജെഇമെയിൻ്റെ പ്രീവിയസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കുറേ കാണാം. പക്ഷേ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കിലും പല 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 എല്ലാ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും അല്ലേ? അപ്പൊ എല്ലാവരോടും പറയാനുള്ള കാര്യം, ബ്രില്ലിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരവരുടെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും നന്നായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ ഉള്ളത് ബ്രില്ലിലെ ആപ്പും നോക്കാൻ പറയാം. പിന്നെ എങ്ങനെയായിരുന്നു ടൈം ടേബിളോ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനോ ഉണ്ടായിരുന്നു? ഒരു ദിവസം ഇത്ര അത് നോർമൽ ഡേയ്സിലൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എക്സാം, സ്കൂളിലെ എക്സാമും ബ്രില്ലിൻ്റെ എക്സാമും കൂടെ ക്ലാഷ് ചെയ്ത് വരുമ്പോഴൊക്കെ ഈ ഇങ്ങനെ ടൈം ടേബിളൊക്കെ വെക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ട്രാക്ക് വിട്ടുപോകാതിരിക്കും. അപ്പൊ രണ്ടിനും വേണ്ടിയിട്ട് ടൈം അലോട്ട് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നിടത്തോളം എത്ര നേരം വരെ പഠിക്കുന്ന? ഒരു ദിവസം ഞാൻ ഒരു എന്നുവെച്ചാൽ നല്ല പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, അറ്റ്മോസ്ഫിയറും മൂഡും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ വരെയൊക്കെ പഠിക്കും. സ്കൂളില്ലാത്ത ദിവസം 10-12 ഒക്കെ പഠിക്കാൻ കഴിയും. ഡിപ്പെൻസ് അല്ലേ, ഓരോ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇന്നതാണ് ഞാൻ കൂടുതൽ പഠിക്കുക, അങ്ങനെ ഫേവറേറ്റ് ആയ സബ്ജക്റ്റുകൾ ഉണ്ടോ? ഏതാ ഫേവറേറ്റ് സബ്ജക്ട്? ഫേവറേറ്റ് ആയ സബ്ജക്ട് എന്ന് വെച്ചാൽ +1 എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഫേവറേറ്റ്. ഫിസിക്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്നു. പിന്നെ +2 വന്നപ്പോഴാണ് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താലേ വഴിയുള്ളൂ കാര്യമുള്ളൂ മനസ്സിലായത്. അപ്പം എല്ലാത്തിനും +1 കെമിസ്ട്രി നല്ല ലാഗായിരുന്നു. അപ്പം +2 കെമിസ്ട്രി മൊത്തം സെറ്റായി. അപ്പൊ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് അപ്പൊ 3നെയും കൂടി ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് അല്ലേ? എങ്ങനെയാ മാർക്ക് ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ സ്കോർസ് നന്നായിട്ട് കൂടിയിരുന്നു? എത്രയായിരുന്നു കിട്ടിയത് ഈ ജെഇമെയിന്? എനിക്ക് ഫിസിക്സിന് 73ഉം കെമിസ്ട്രിക്ക് 79ഉം മാത്സിന് 54ഉം. ഓക്കെ. അപ്പോൾ ഈ പെർസെൻറ്റേജ് സ്കോറിലേക്ക് വരുമ്പോൾ നല്ല സ്കോറുകളായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട്? ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് എക്സാമിന് മാർക്ക് പറയുമ്പോൾ ഒന്ന് മൂഡ് ഓഫ് ഒക്കെ ആവും അല്ലേ? അപ്പോൾ മാർക്ക് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല. ഇല്ല, ഇനിയും പഠിച്ചാൽ മതി എന്ന് പറയാറില്ല. ആരായിരുന്നു ഒരു പില്ലർ ഓഫ് സപ്പോർട്ട്? പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയാൻ 2 പേരുണ്ടായിരുന്നു. പക്ഷേ അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആളുകളോട് പറയണമെന്ന് തോന്നുന്ന ഒരാളുടെ പേരുണ്ടാവില്ലേ? അതായത് ഒന്ന് അമ്മ എന്ന് പറഞ്ഞു, അല്ലാതെ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തത്, എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടിയത് എന്ന് തോന്നുന്ന ഒരാളുടെ പേര് പറയാമോ? ഒരാളുടെ പേരെന്ന് വെച്ചാ ഒരുപാട് പേരുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല. ഇനി ഈ ബ്രില്യൻ്റിലെ ഡയറക്ടേഴ്സ് വന്നിട്ട് നമുക്ക് ഓരോ എക്സാമിന് ശേഷവും ഈ അനാലിസിസ് നടത്താറുണ്ട്. അത് എങ്ങനെ കാണുന്നു അതിനെ പറ്റി? അത് ഡയറക്ടേഴ്സിന്റെ സ്പീച്ച് മെയിൻലി നല്ല മോട്ടിവേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോഴൊക്കെ അത് കേട്ടാൽ നമ്മൾ പഠിക്കുന്ന രീതി തന്നെ പഠിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാവും. കോഴിക്കോട് സെൻട്രലിലേക്കൊക്കെ ഓഫ്ലൈൻ ആയിട്ട് ജോസ് സാറ് വരാറൊക്കെ ഉണ്ട് ക്ലാസ്സുകളിലേക്ക്. അപ്പൊ നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകളും അദ്ദേഹം ചോദിച്ചറിയാറുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ. ഓരോ എക്സാംസ് കഴിഞ്ഞിട്ടും ബ്രില്യൻ്റ് എക്സാമിന് സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അപ്പൊ അതൊക്കെ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്? അത് വളരെ സന്തോഷം നൽകുകയാണ്. കാരണം അടുത്ത ആഴ്ചത്തെ എക്സാമിന് വേണ്ടി കാത്തിരിക്കാനും പ്രിപ്പയർ ചെയ്യാനും ക്യാഷ് പ്രൈസസ് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ റിസൾട്ട് അറിഞ്ഞു, എങ്ങനെയാണ് നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം? എല്ലാവർക്കും സന്തോഷം? നാട്ടിൽ അങ്ങനെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഇനി ഒരു എക്സാമും കൂടി കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു വെറുതെ എക്സൈറ്റ്മെന്റ് അധികം ആക്കണ്ടെന്നുള്ള. അപ്പൊ അഡ്വാൻസ്ഡും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിസൾട്ട് ആഘോഷിക്കാം. ഓക്കെ. അപ്പോൾ ജെഇമെയിൻ എക്സാമിനേഷന്റെ മോഡൽ എക്സാമിനേഷൻസ് പലപ്പോഴും ബ്രില്യൻ്റ് നടത്തുന്നുണ്ട്. അതില് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ബ്രില്യൻ്റ് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റി? അത് വളരെയധികം ഉപയോഗപ്പെടുത്താൻ പറ്റി. കാരണം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പ്രാക്ടീസ് വേണം. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബ്രില്യൻ്റ് പോയി എഴുതുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കുട്ടികളുണ്ട്. അവരെ രണ്ടുപേരെയും ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു റിയൽ എക്സാം ഫീൽഡിൽ എഴുതാൻ. അവിടെ ഓൺലൈൻ എക്സാം ജെഇമെയിൻ എഴുതിയപ്പോൾ
അവിടെ നമുക്ക് റിവ്യൂ ഇടാനും എല്ലാം സ്കോപ്പ് ഉണ്ട്. അതേ സാധനമാണോ ബ്രില്യൻ്റ് എക്സാമിന് നടക്കുന്നത്? അല്ല, സെയിം സ്ട്രക്ചർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഒരു പുതിയ പാറ്റേൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള. ഓക്കെ, പിന്നെ നമ്മൾ ഈ JEE എക്സാമിനേഷൻസ് ഒക്കെ മോഡൽ എക്സാംസ് ഒക്കെ ബ്രില്യൻ്റ് എഴുതുമ്പോൾ മാർക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് വന്നതൊക്കെ എങ്ങനെയാണ്? ഏറ്റവും കുറഞ്ഞ മാർക്ക് വന്നത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസിലാണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് വന്നത്. അത് എനിക്ക് 130 സംതിങ് ആണ് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയത്. അപ്പോൾ റാങ്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു? റാങ്ക് ഏറ്റവും കുറഞ്ഞതിൽ എനിക്ക് 170 സംതിങ്. അതിൽ എനിക്ക് 5000 സ്റ്റുഡൻസിൽ 300 സംതിങ് റാങ്ക് ആയിരുന്നു. ആയിപ്പോയി. അത് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത എക്സാമുകളിൽ ടാക്കിൾ ചെയ്ത് കൊണ്ടുവന്നു അല്ലേ? അപ്പൊ അതൊരു പ്രശ്നമല്ല. ഇനി ഈവൻ ചില കുട്ടികൾക്ക് റാങ്ക് കുറയുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന കുട്ടികളുണ്ടാവും നമ്മുടെ ഇടയിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ അവർക്ക് കുറച്ച് റാങ്ക് കുറയുമ്പോൾ പിന്നെയും പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് വേണമെങ്കിൽ കൂടാം. എന്താണ് നിഹാലിന്റെ അഭിപ്രായം? അത് കൂടാൻ പറ്റും. അത് ആ റാങ്ക് കുറഞ്ഞ എക്സാം എനിക്ക് തീരെ ഫെമിലിയാരിറ്റി ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു. തെർമോഡൈനാമിക്സിന്റെയും ഓർഗാനിക് കെമിസ്ട്രിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു ആ ഒരു മോഡൽ എക്സാം ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ അന്ന് അത് പഠിച്ചിട്ടില്ലായിരുന്നു കറക്റ്റായിട്ട്. പിന്നെ അത് പഠിച്ചിട്ട് വീണ്ടും അതിന്റെ എക്സാം എഴുതിയപ്പോൾ മാർക്ക്. അപ്പൊ കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ പ്രയാസമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി സമയം കൊടുത്ത് പഠിക്കാന്നുള്ളതാണ്. അതാണോ ശരിക്കും നല്ലത്? നമുക്ക് ചിലത് മനസ്സിലാവാത്ത ഭാഗം സമയം കൊടുക്കുക മാത്രമല്ല, നമ്മൾ അതിന്മേൽ ടോട്ടലായി ഇമ്മേഴ്സ് ചെയ്ത് പഠിക്കണം. എന്ന് വെച്ചാൽ ഏത് പ്രയാസമാണ് വിചാരിച്ച് പഠിക്കുന്നതിന് പകരം അത് പഠിക്കണം. അതായത് എൻജോയ് ചെയ്ത് പഠിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് സബ്ജക്റ്റിന് താല്പര്യം തോന്നും. അപ്പോൾ കൂടെ പഠിച്ച കുട്ടികൾ ഒരു കോമ്പറ്റീറ്റീവ് എൻവിറോൺമെന്റ് ഫ്രെയിം ചെയ്യുന്നെങ്കിൽ കൂടെ പഠിച്ച കുട്ടികളുടെ കാര്യം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ബ്രില്ലിൽ വന്ന് പഠിച്ചതുകൊണ്ട്? +1 ഹൈബ്രിഡ് ബാച്ചില് എനിക്ക് തോന്നുന്നത് കുട്ടികൾ അത്ര സീരിയസ് ആയി എടുത്തില്ലായിരുന്നു. പിന്നെ +2 തുടങ്ങിയപ്പോൾ എല്ലാവരും നല്ല പഠിക്കാൻ തുടങ്ങി. +1 മിക്ക എക്സാമിനും ഫസ്റ്റ് ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. +2 ആയപ്പോൾ പിന്നെ 2nd 3rd 4th അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു ഫയറപ്പായി. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡിലെ ടോപ്പർ ഹരികിഷൻ ബൈജു, അവനെ +1 റാങ്ക് ലിസ്റ്റിലെ അവനെ കാണാറില്ല. +2 എത്തിയപ്പോൾ അങ്ങ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനും ഇൻസ്പയർഡ് ആയി അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ ബ്രില്ലിൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ്. അത് നല്ലൊരു കോമ്പറ്റീറ്റീവ് എൻവിറോൺമെന്റ് ഫ്രെയിം ചെയ്യുന്നത് സഹായിക്കുന്നത് അല്ലേ? അതല്ലേ പറഞ്ഞത്? പിന്നെ എന്റെ തന്നെ ക്ലാസ്സിലുള്ള മാഹിർ, അവനും നല്ല പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവന്റെ കൂടെ എത്തണം, അവനെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടണം, അങ്ങനെ മാത്രല്ല അവനും ഞാനും കൂടെ കമ്പൈൻ ആയിട്ട് പഠിക്കുന്നതും നല്ല. എങ്ങനെയായിരുന്നു? ഞാൻ പലപ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ റെഫറൻസിനായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഡ് ആയി? എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ക്വസ്റ്റ്യൻസ് ആയിട്ട് അത്യാവശ്യം ഫെമിലിയാരിറ്റി ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ മറ്റേ ആളോട് ചോദിച്ചാൽ എളുപ്പം ഉത്തരം കിട്ടും. അതും സ്റ്റുഡൻസ് ആയതുകൊണ്ട് പരസ്പരം പറയുമ്പോൾ വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ടീച്ചേഴ്സിനോട് ചോദിക്കാൻ. അപ്പോൾ 10th കഴിഞ്ഞിട്ട് ഹൈബ്രിഡ് കോഴ്സിന് ജോയിൻ ചെയ്യുമെന്ന് ഡ്യൂട്ടി ഉണ്ടാവും അല്ല? അവര് +1 +2 ഹൈബ്രിഡ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ വരുമ്പോൾ എന്താണ് നിഹാലിന്റെ അഭിപ്രായം? ഈ കോഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം JEEന് വേണ്ടിയിട്ട്? ഹൈബ്രിഡ് കോഴ്സ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വഴിയിൽ പഠിക്കാൻ കഴിയും. ഹൈബ്രിഡിന് ചേർന്നാൽ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായാൽ മതി, എനിക്കിത് വേണമെന്ന്. അപ്പോൾ എന്നിട്ട് പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി കോഴ്സിന് ചേരണം. അപ്പം ഇത് രണ്ടും ഈ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് കൂടെ ചെയ്താൽ ഹൈബ്രിഡ് കോഴ്സിൽ പഠിക്കുകയാണെങ്കിലും എസെൻഷ്യലിനെക്കാട്ടും നല്ല റാങ്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. അപ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ JEE എക്സാമിനേഷൻ? ഇല്ല, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നതുകൊണ്ട് ഈ ഗുണമാണുള്ളത്. കാരണം എക്സാംസ് എളുപ്പമാണല്ലോ. അപ്പം CBSEന്റെ പോലെയല്ല. കാരണം നമ്മൾ അത്ര അധികം അങ്ങനെ എക്സെപ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ JEE? കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യും. ഉപ്പയുടെ അഭിപ്രായത്തിൽ ഈ ബ്രില്യന്റിലെ കോച്ചിങ്ങിനെ പറ്റിയിട്ടും ബ്രില്യന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ സപ്പോർട്ടിനെ പറ്റിയിട്ടും ഒന്ന് പറയാമോ? നല്ല രീതിയിൽ കോച്ചിങ് നൽകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് കോർഡിനേറ്റേഴ്സും ബാക്കി നമ്മളെ എക്സാം കഴിഞ്ഞിട്ടുള്ള രാത്രി ലൈവ് ഉണ്ടാവില്ല. ഓരോ എക്സാമിനും സമ്മാനമൊക്കെ കൊടുക്കും. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് എന്തോ ഒരു പനിയൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു എക്സാം എഴുതാൻ പോകണം. പക്ഷെ അവന് അത് പോയേ മതി. ദൂരെ യാത്ര ചെയ്തിട്ടാണെങ്കിലും എക്സാമുകളൊന്നും മുടക്കിയിട്ടില്ല. പിന്നെ നല്ല മോട്ടിവേഷൻ.
മോട്ടിവേഷൻ. പിന്നെ ആ വൈകുന്നേരം ഉണ്ടാവുന്ന ലൈവ് Live ക്ലാസ് കുറേ class. ഉപദേശങ്ങളില്ലേ. ആണാണ്. ജോർജ് സാറൊക്കെ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് പറയുന്ന അത് കാര്യം പഠിക്കുന്ന കൂടെ തന്നെ അത് ഓണാക്കി വെച്ചിട്ട് അത് കേൾക്കും അല്ലേ? ആ. ഉപ്പി ഉമ്മയൊക്കെ കേൾക്കാറും ഉണ്ടായിരുന്നു അല്ലേ? ആ, ശരിക്കും ആണ്. ശരിക്കും അമ്മേനെ ഓണാക്കി വെക്കല്ലേ. എല്ലാം കേൾക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു കമ്പാരിസൺ ആണല്ലോ. ഈ ഓൾ കേരള ഉള്ള ബ്രില്യൻസ് സ്റ്റുഡൻസുമായിട്ട് നമ്മൾ എത്രത്തോളം നിൽക്കുന്നുണ്ടെന്നൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ. ശരിക്കും എഫക്റ്റീവ് അല്ലേ? അപ്പൊ നമുക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഈ ഫാമിലി ആയിട്ട് നമുക്കിത് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. നല്ല അഡ്വാൻസ് എക്സാമിനേഷന് ഇതിനേക്കാൾ നല്ല ഒരു വിജയം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.